മഹാവിടന്മാർക്ക് പടമില്ലാതായാൽ. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയകളിൽ ഇതാണ് മമ്മൂട്ടിയുടെ യഥാർത്ഥ അവസ്ഥ എന്ന് പറഞ്ഞ് പ്രചരിച്ച ഈ ചിത്രം നിങ്ങളിൽ പലരും കണ്ടു കാണും. ഏതാനും ആഴ്ചകൾക്ക് ശേഷം ഈ ചിത്രത്തെക്കുറിച്ച് മമ്മൂട്ടിയുടെ PRO റോബർട്ട് കുര്യാക്കോസ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് വാളിൽ കുറിച്ചത് ഇപ്രകാരമായിരുന്നു: ഒരുപാട് പേരെ അസൂയപ്പെടുത്തുന്ന നിത്യ യൗവനത്തിന് ചുളിവും നരയും നൽകിയ ഡിജിറ്റൽ തിരക്കഥയുടെ വഴി കാലത്തിന് തോൽപ്പിക്കാനായില്ല, പിന്നല്ലേ ഫോട്ടോഷോപ്പിന്. മമ്മൂട്ടിയുടെ മുടി നരച്ചിട്ടില്ലെന്നും തൊലി ചുളിഞ്ഞിട്ടില്ലെന്നും അല്ല റോബർട്ട് പറഞ്ഞു വെച്ചത്, ഫോട്ടോയിൽ കാണുന്ന അത്ര ചുളിഞ്ഞിട്ടില്ല എന്നാണ്. എന്നാൽ ഇന്ന് പുറത്തിറങ്ങിയ ഒരു പത്രം ഒരു കൊടുഞ്ചതി ചെയ്തു. അവരുടെ 1-ാം പേജിൽ കൊടുത്ത വാർത്ത ഇപ്രകാരമായിരുന്നു: മമ്മൂട്ടിക്ക് ഇന്ന് 73 വയസ്സിന്റെ ചെറുപ്പം. ഇത് കണ്ടപ്പോഴാണ് പല അപ്പൂപ്പന്മാർക്കും മമ്മൂട്ടി തന്നേക്കായാലും മൂത്ത പുള്ളിയാണെന്ന് മനസ്സിലായത്. അതുപോലെ മോഹൻലാലിന് വയസ്സ് 65 കഴിഞ്ഞെങ്കിലും ഇന്നും നമുക്കത് ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നില്ല. കാരണം അവർ ചെയ്തു വെച്ച കഥാപാത്രങ്ങൾക്ക് ഒരിക്കലും പ്രായമാകില്ല നമ്മുടെ മനസ്സിൽ. പ്രേക്ഷകരുടെ മനസ്സിലുള്ള ആ ഇമേജ് നിലനിർത്തുവാൻ അവർ പെടാപ്പാട് പെടുന്നത് നാം കാണാതെ പോകരുത്. കൊഴിഞ്ഞുപോയ മുടിക്ക് പകരം സ്റ്റൈലൻ വിഗ് വെച്ച് മുടി കറുപ്പിച്ച് ചർമ്മത്തിന് പ്രായക്കുറവ് തോന്നിക്കുവാനുള്ള തെറാപ്പിയൊക്കെ എടുത്ത് കഠിനമായ ഡയറ്റ് ഫോളോ ചെയ്താണ് അവർ ഇന്നും പിള്ളേരോട് പിടിച്ചു നിൽക്കുന്നത് എന്ന് കാണുമ്പോൾ അവരോടുള്ള താല്പര്യം കൂടും. അതിൻ്റെ ഗുണഭോക്താക്കളും അവർ തന്നെയാണ്. ഈ താരാരാധനയെ എൻക്യാഷ് ചെയ്ത് ശതകോടികളാണ് അവർ ഈ വയസ്സാം കാലത്തും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. 80കളുടെ തുടക്കത്തിൽ മേളയിലൂടെ മമ്മൂട്ടിയും മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലൂടെ മോഹൻലാലും ചലച്ചിത്ര രംഗത്തെത്തി. പിന്നീട് ഇവർക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഇവർ അഭിനയിച്ച കഥാപാത്രങ്ങൾ സേതുമാധവനായും വടക്കൻ വീരഗാഥയിലെ ചന്തുവായും ബാലേട്ടനും ഒക്കെ പ്രേക്ഷകരുടെ മനസ്സിൽ വീട് വെച്ച് സ്ഥിരതാമസമാക്കിയത് കൊണ്ടാണ് ഇവരെ രണ്ടുപേരെയും വിട്ടൊരു നടനെ മലയാളികൾക്ക് സങ്കല്പിക്കുവാൻ പോലും സാധ്യമാകാത്തത്. കഴിഞ്ഞ 4 പതിറ്റാണ്ടുകളിലേറെയായി ഈ 2 നടന്മാരും മലയാള സിനിമാ മേഖലയെ അക്ഷരാർത്ഥത്തിൽ അടക്കി വാഴുകയായിരുന്നു. ശരിക്കും മമ്മൂട്ടിയും മോഹൻലാലും നായകസ്ഥാനത്തെത്തിയതോടെയാണ് മലയാളത്തിൽ താരാധിപത്യം വന്നത്. കഴിഞ്ഞ ദിവസം മോഹൻലാലിന് നല്ല നടനുള്ള അവാർഡ് കൊടുത്തതിൻ്റെ അടുത്ത ദിവസം തന്നെ ഈ യാഥാർത്ഥ്യം വിളിച്ചു പറഞ്ഞത് മറ്റാരുമായിരുന്നില്ല, നമ്മുടെ തമ്പി അണ്ണനാണ്. മലയാള സിനിമയെ തകർത്തത് താരാധിപത്യമാണ്. കാരണം 2-3 വ്യക്തികളിലേക്ക് സിനിമ ഒതുങ്ങിക്കൂടി. എന്നെപ്പോലെ ഒരു വർഷം 2 പടം നിർമ്മിച്ചുകൊണ്ടിരുന്ന ആളുകൾ പുറത്തായി. എന്നുവെച്ചാൽ ഒരു കാലഘട്ടത്തിൽ തിയേറ്ററുകൾ, ഞാൻ നിർമ്മാതാവാണ്, 74 മുതൽ നിർമ്മാതാവാണ്. തിയേറ്ററിൽ പറയുന്നത് സാറല്ലേ മമ്മൂട്ടിയെ പോലെ ആദ്യം സഹായിച്ചാലേ അവരുടെ ഡേറ്റ് പിടിച്ച് സാറേ മമ്മൂട്ടി പോലെ പടം വേണ്ടാന്ന് തിയേറ്ററിൽ പറഞ്ഞൊരു കാലഘട്ടമുണ്ട്. മോഹൻലാൽ നായകനായിട്ട് അഭിനയിക്കുന്ന പടത്തിന് തിരുവനന്തപുരത്തെ തിയേറ്റർ ഉടമ 50 ലക്ഷം അഡ്വാൻസ് കൊടുക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. 50 ലക്ഷം അഡ്വാൻസ് കൊടുക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് നിർമ്മാതാവ് അതല്ലേ എങ്ങനെയെങ്കിലും അങ്ങനെ ഡേറ്റ് പിടിക്കാൻ ആഗ്രഹിക്കുക. അപ്പോൾ ഒരു തിയേറ്ററിൽ നിന്ന് കിട്ടുന്ന അഡ്വാൻസ് തന്നെ നിർമ്മാണത്തിൻ്റെ പകുതിയാവും. അപ്പോൾ സിനിമ തിയേറ്ററിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ആ ചെലവിൻ്റെ പകുതി നമുക്ക് തിയേറ്ററിൽ നിന്ന് അഡ്വാൻസ് വാങ്ങിക്കാം. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. മോഹൻലാലിനും മമ്മൂട്ടിക്കും അവർ നായകന്മാരാണെങ്കിൽ ആ ചിത്രത്തിന് 50 ലക്ഷം രൂപ വരെ വലിയ തിയേറ്ററുകൾ, പ്രധാന നഗരങ്ങളിലെ തിയേറ്റർ അഡ്വാൻസ് കൊടുക്കുന്ന കാലം ഉണ്ടായിരുന്നു. ഇപ്പം അതില്ല. ഈ മലയാള സിനിമയെ തകർത്തത് താരമേധാവിത്വം തന്നെയാണ്. പക്ഷേ ആ താരമേധാവിത്വം തകർന്ന് തുടങ്ങിയിരിക്കുന്നു. ഇനിയും പവർ ഗ്രൂപ്പൊന്നും ഉണ്ടായില്ല, പ്രയാസം. കാരണം 2 പേരിലേക്ക് അല്ലെ 3 പേരിലേക്ക് ഒരു ഇൻഡസ്ട്രി കേന്ദ്രീകരിക്കപ്പെടുന്ന അവസ്ഥ ഇല്ലാതായി. അദ്ദേഹം പറഞ്ഞത് വളരെ സത്യമാണ്. ഇവരുടെ വേണ്ടപ്പെട്ടവർക്ക് മാത്രമായി അറിഞ്ഞോ അറിയാതെയോ ഡേറ്റുകൾ നൽകി. ഇഷ്ടമുള്ളവരെ സംവിധായകരായും ക്യാമറാമാന്മാരും ഒക്കെ ആക്കി. ഇഷ്ടക്കാർ നായികന്മാരായി, വേണ്ടപ്പെട്ടവർ സഹനടന്മാരും സഹനടികളുമായി. ഇഷ്ടക്കാർ പാട്ടുകൾ രചിച്ചു, പാട്ടുകൾ പാടി. അതിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം സിനിമ എന്ന് പറയുന്നത് ഒരു ടീം വർക്കാണ്. അത് രസകരമായി പോകണമെങ്കിൽ മനസ്സിന് ഇണങ്ങിയവർ ചേർന്ന് ചെയ്യുകയാണ് നല്ലത്. ദുർവാസാബിന്റെ സ്വഭാവമുള്ള ശ്രീകുമാരൻ തമ്പിയെയൊക്കെ അന്നത്തെ ചെറുപ്പക്കാർ മടലെടുത്ത് ഓടിച്ചതിന് അവരെയും കുറ്റം പറയുവാൻ പറ്റില്ല. കാരണം പട്ടാളഭാരക്കല്ലല്ലോ സിനിമാ സെറ്റ്. സാമൂതിരിത്തം കാണിക്കേണ്ടുന്ന ഇടവുമല്ല സിനിമാ സെറ്റ്. ആദ്യ കാലഘട്ടങ്ങളിൽ പ്രതിഭാധനന്മാരായ സംവിധായകർ KS സേതുമാധവൻ, രാമു കാര്യാട്ട്, കുഞ്ചാക്കോ, P സുബ്രഹ്മണ്യം, തുടർന്ന് അരവിന്ദൻ, അടൂർ, ജോൺ എബ്രഹാം, ഭരതൻ, പത്മരാജൻ, KG ജോർജ്, ഇവരുടെയൊക്കെ കയ്യിൽ നായകനും നായികയും സിനിമയുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളും ഒതുങ്ങിയെങ്കിൽ
80കൾക്ക് ശേഷം കാര്യങ്ങൾ സൂപ്പർ താരങ്ങൾ തീരുമാനിക്കുന്ന തരത്തിലും അങ്ങനെ താരാധിപത്യത്തിനും വഴി തുറന്നു. അറിഞ്ഞോ അറിയാതെയോ പല ലോബികളും സിനിമയിൽ വന്നു. തിരുവനന്തപുരം ലോബി, നായർ ലോബി, മട്ടാഞ്ചേരി ലോബി, ഈ ലോബികളൊന്നും ആരും മനഃപൂർവ്വം ഉണ്ടാക്കിയതല്ല. വിജയമുള്ളവൻ്റെ കയ്യിൽ കാശ് വന്നു, കാശുള്ളവൻ്റെ കൂടെ അധികാരം വന്നു, അധികാരമുള്ളവൻ്റെ കൂടെ ആളുകൂടി, കയ്യൂക്കുള്ള സമയത്ത് കാര്യക്കാരനായി. ആശാരിപ്പണിക്ക് പൊക്കൊണ്ടിരുന്ന ഗോപാലകൃഷ്ണൻ ദിലീപ് എന്ന പേര് സ്വീകരിച്ച് ജനപ്രിയ നായകനായപ്പോൾ ഒരു വാര്യത്തെയും രണ്ടാമതൊരു നായരച്ചിയെയും കെട്ടുക മാത്രമല്ല മലയാള സിനിമ മുഴുവൻ കാൽക്കീഴിലാക്കുവാൻ ശ്രമിക്കുകയും കളി കൂടിയപ്പോൾ പണിയറിയാവുന്നവർ പണി കൊടുത്ത് ഒതുക്കുകയും ചെയ്യുന്നതൊക്കെ നാം ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതിനെയൊക്കെ പവർ ഗ്രൂപ്പിന്റെ പണികൾ എന്ന് പറയുവാൻ പറ്റുമോ എന്നറിയില്ല. നമ്മുടെ മമ്മൂട്ടിക്കും മോഹൻലാലിനുമൊക്കെ ഒരു 2 മാസം പടങ്ങളൊന്നുമില്ലാതെ വീട്ടിൽ കുത്തിയിരിക്കേണ്ടുന്ന അവസ്ഥ നിങ്ങൾ സങ്കല്പിച്ച് നോക്കിയിട്ടുണ്ടോ? അങ്ങനെ വന്നാൽ മമ്മൂട്ടി ഇതിനേക്കാളും കോലം കെടും. വാദവും വളിയും എന്നും വേണ്ട, ഷെഡിൽ കയറുവാൻ വലിയ താമസമൊന്നും പിന്നെ വേണ്ട. അതുപോലെ മോഹൻലാലും ഇതിലും മോശമാകും. നടനെന്ന പേരിൽ സ്ഥിരമായി കിളിന്ന് തോരൻ കഴിക്കുന്നത് കൊണ്ടാണ് 70 കഴിഞ്ഞ മുതുക്കുകളും പയറുപോലെ നടക്കുന്നത് എന്നത് പച്ച പരമാർത്ഥമാണ്. നമ്മൾ കൊതിക്കറിവ് കാണിച്ചിട്ട് യാതൊരു കാര്യവുമില്ല എന്നർത്ഥം. ഇതൊക്കെ മുൻകൂട്ടി കണ്ടതുകൊണ്ടാണ് ഇവർ അവരുടേതായ പ്രൊഡക്ഷൻ ഹൗസുകൾ ആരംഭിച്ചത്. മോഹൻലാലിന്റെ ആശീർവാദ് സിനിമയും മമ്മൂട്ടിയുടെ മമ്മൂട്ടി കമ്പനിയും നിർമ്മാണം മാത്രമല്ല വിതരണവും സർവ്വതും ഇവർ തന്നെ നടത്തും. എന്നിട്ട് ചന്തുവിനെ തോൽപ്പിക്കുവാൻ ആവില്ല മക്കളെ എന്ന് ഇവർ തിരഞ്ഞെടുക്കുന്ന ദിവസക്കൂലിക്ക് തിരക്കഥ എഴുതുന്നവർ ഇവരെ അതിമാനുഷ്യരാക്കി തിരക്കഥകൾ എഴുതി. സംവിധായകർ ഈ മഹാവടന്മാർ ആവശ്യപ്പെടുന്നതനുസരിച്ച് ജഗപുക ക്ലൈമാക്സുകൾ സൃഷ്ടിച്ചു. അങ്ങനെ ചൊൽപ്പടിയിൽ നിൽക്കുന്നവർ ഇവരുടെ സ്റ്റാർഡം സംരക്ഷിച്ചു. പരസ്പരം ചൊറിഞ്ഞുകൊടുത്ത് 40 കൊല്ലത്തിനിപ്പുറവും ഈ 2 കിളവന്മാർ മലയാള സിനിമയിലെ പവർ ഗ്രൂപ്പുകളായി തുടരുന്നു. മലയാള സിനിമ എന്ന് പറയുന്നത് ഇവർ തമ്മിലുള്ള ഫൈറ്റായിരുന്നു കഴിഞ്ഞ 40 വർഷങ്ങളായി. ഇവരിലൊരാൾ ജയിച്ചും തോറ്റും കസേരകളി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ ഇന്നും മലയാളത്തിലുള്ള ഒരൊറ്റ സംവിധായകനും ചെറിയൊരു തിരുത്തുണ്ട്. ഷെഡിൽ കയറിയ തമ്പിച്ചേട്ടൻ ഒഴികെ ആർക്കും ഈ 2 നടന്മാരെ വിമർശിക്കുവാൻ ഉറപ്പുണ്ടായിട്ടില്ല. തമ്പിയണ്ണനും അവാർഡ് കൊടുത്തിട്ടാണ് വാലാട്ടിക്കൊണ്ട് കുരച്ചത് എന്ന് നാം മറന്നു പോകരുത്. ഡൈക്കും വിഗ്ഗിനുമൊക്കെ പരിധിയുണ്ട്. മലയാളത്തിൽ നല്ല കഴിവുള്ള മിടുക്കന്മാർ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കി ഈ 2 മുതുക്കുകളും അവരുടെ 2 ആൺമക്കളെയും മലയാള സിനിമയിലെ പിൻഗാമികളാക്കി വാഴിക്കുവാൻ ഭഗീരഥ ശ്രമം നടത്തിയിരുന്നു. എന്നാൽ ആ പിള്ളേർക്ക് ഇത്ര പ്രഷർ താങ്ങാനുള്ള ശേഷിയില്ല, റേഞ്ചുമില്ല. അപ്പന് തഴമ്പുണ്ടെന്ന് പറഞ്ഞാൽ കാര്യമില്ല എന്നർത്ഥം. അങ്ങനെ കൊണ്ടുവന്ന എത്ര താരപുത്രന്മാർ അഡ്രസ് ഇല്ലാതെ മങ്ങിപ്പോയി. അതുപോലെ മലയാളത്തിൽ താരാധിപത്യം തകരുവാൻ പോവുകയല്ല, തകർന്നു കഴിഞ്ഞു എന്ന് തമ്പിച്ചേട്ടൻ പറഞ്ഞതിനോട് ഞങ്ങൾ പൂർണ്ണമായും യോജിക്കുകയാണ്. കാരണം ഈ അടുത്ത കാലത്ത് പിള്ളേരിറക്കിയ പടങ്ങൾ ബോക്സ് ഓഫീസുകളിൽ ഹിറ്റാകുന്നതും മൾട്ടി ക്രോർ ക്ലബ്ബുകളിൽ ഇടം നേടുന്നതുമൊക്കെ നാം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സൂപ്പർ ഡ്യൂപ്പർ മെഗാ താരങ്ങളൊന്നുമില്ലാതെ മഞ്ഞുമൽ പിള്ളേർ തിയേറ്ററുകളിൽ ഓടിയത് 73 ദിവസമാണ്. നേടിയത് 240 കോടി രൂപയും. OTT വേറെ. കോടി ക്ലബ്ബുകൾ അന്യമായിരുന്ന മോളിവുഡിന് ഇന്നത് കയ്യെത്തും ദൂരത്ത് ആണ്. അങ്ങനെ 200 കോടി ക്ലബ്ബ് ചിത്രവും മലയാളത്തിന് സ്വന്തമായി കഴിഞ്ഞു. ഇതിന് വഴിവെച്ചത് ഒരൊറ്റ സൂപ്പർ മെഗാ സ്റ്റാറുകളൊന്നുമില്ലാതെ, യാതൊരു വെച്ചുകെട്ടും ഏച്ചുകെട്ടും ഇല്ലാതെ നമ്മുടെ നാട്ടിൻ പുറത്തെ പിള്ളേർ തകർത്തഭിനയിച്ച മഞ്ഞുമൽ ബോയ്സ് ആണ്. അതുപോലെ ഭഗത് നായകനായി പ്രദർശനത്തിനെത്തിയ ആവേശം 150 കോടിയിൽ പരം രൂപ തിയേറ്റർ കളക്ഷനിൽ നിന്ന് തന്നെ നേടുകയുണ്ടായി. OTT വേറെ. അതുപോലെ മലയാളത്തിൽ സർപ്രൈസ് ഹിറ്റായി മാറിയ ചിത്രമാണ് പ്രേമലു. ഫെബ്രുവരി 9 പ്രദർശനത്തിലെത്തിയ ചിത്രം ഇപ്പോഴും ചില തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുന്നുവെന്ന കാര്യം നിസ്സാരമല്ല. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ OTTയിൽ പ്രദർശനത്തെത്തുന്നതിന് മുമ്പ് തന്നെ ആഗോളതലത്തിൽ 136 കോടി രൂപയിലധികം നസ്ലൻ നായകനായ പ്രേമലു സിനിമ നേടി. നസ്ലനും മമിതയും പ്രധാന കഥാപാത്രങ്ങളായ ചിത്രം രാജ്യത്തെ യുവപ്രേക്ഷകരുടെ ശ്രദ്ധയാകർഷിച്ചു എന്നാണ് കളക്ഷനിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. പല ഭാഷകളിലേക്കും ഈ ചിത്രം മൊഴിമാറ്റം നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ പ്രദർശനം നടന്നുകൊണ്ടിരിക്കുന്ന നുണക്കുഴി, വാഴ, ഈ ചിത്രങ്ങളെല്ലാം നൽകുന്ന സൂചന മലയാള സിനിമാ പ്രേക്ഷകരുടെ ടേസ്റ്റ് മാറി എന്നാണ്. അവർ പുതുമുഖ താരങ്ങളെ 2 കൈയും നീട്ടി സ്വീകരിച്ചു തുടങ്ങിയിരിക്കുന്നു. സിനിമ ഇനി യുവതലമുറയ്ക്കുള്ളതാണ് എന്നതാണ്. ഇത് മനസ്സിലാക്കി മാടമ്പിമാർ മുണ്ടും മടക്കി കുത്തി കളി നന്നായിരിക്കുമ്പോൾ തന്നെ അഭിനയം നിർത്തുന്നതാണ് നല്ലത്. ഈ 2 നടന്മാരുടെയും പവർ ഗ്രൂപ്പുകളും ഇവന്മാരുടെ ഫാൻസ് അസോസിയേഷനുകളുമാണ് ഇന്ന് മലയാള സിനിമയുടെ ശാപം എന്ന് പറയുന്നത്. ഇവന്മാർ തന്നെ ബിഗ് ബഡ്ജറ്റ് ചിത്രവുമായി വരുമ്പോൾ പ്രേക്ഷകർ ഒരു കാര്യം ചെയ്യണം. പോയി തിയേറ്ററുകളിൽ ഇവരുടെ പടം കാണരുത്. TV യിൽ വരും, സൗജന്യമായി അന്ന് കാണാം.
ഇതേ ഇവന്മാർക്കിട്ടുള്ള പണിയുള്ളൂ. യുവതലമുറയുടെ പടം പോയി തിയേറ്ററിൽ കാണുക, അവരെ പരമാവധി പ്രോത്സാഹിപ്പിക്കുക. അല്ലെങ്കിൽ ആൽമരങ്ങളുടെ ചുമട്ടിൽ മറ്റൊന്നും വളരില്ല എന്ന യാഥാർത്ഥ്യം പോലെ ഇവന്മാർ ആരെയും വളർത്തില്ല. കോവിഡ് നമുക്ക് പലതും വെളിപ്പെടുത്തി തന്നതുപോലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും നമുക്ക് പലതും പറയാതെ പറഞ്ഞു തരുന്നുണ്ട്. മലയാള സിനിമയുടെ ചരിത്രം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് മുൻപും പിൻപും എന്ന് രേഖപ്പെടുത്തുവാൻ പോവുകയാണ്. പല മാറ്റങ്ങളും വരാൻ പോവുകയാണ്. ആ മാറ്റം ആദ്യം പ്രേക്ഷകരുടെ മനോഭാവത്തിലാണ് വരാൻ പോകുന്നത് എന്ന് സിനിമാ മേഖലയിലുള്ളവർ ദയവായി മനസ്സിലാക്കണം. ഇതിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് മലയാളത്തിലെ മഹാവടന്മാരെയും ആഭാസന്മാരെയും പ്രേക്ഷകർ ഒന്നടങ്കം ബഹിഷ്കരിക്കും. പാർവതി തിരുവോത്തിന്റെ ഉയരെ എന്ന ചിത്രത്തിലെ ആ ഒരൊറ്റ കഥാപാത്രം കൊണ്ട് തന്നെ അവരുടെ പ്രതിഭ നമുക്ക് മനസ്സിലായി. പിന്നീട് എന്തുകൊണ്ട് അവർക്ക് നല്ലൊരു വേഷം കിട്ടിയില്ല? അമ്മയെ കൂട്ടിക്കൊടുത്ത ഇടവേളകളിൽ അഭിനയവും ബാക്കി സമയം വ്യഭിചാരവും പിമ്പുപണിയുമായി നടക്കുന്നവന്മാരെയും മലയാള സിനിമയുടെ അമ്മ ചമയുന്ന ആഭാസ സംവിധായകന് കിടക്കവിരിക്കുന്ന അശ്രീകരം ഡബ്ബിംഗുകാരികളെയും ഒക്കെ ആട്ടിപ്പായിക്കേണ്ട കാലം കഴിഞ്ഞു. ഇന്ന് 73 വയസ്സ് പിന്നിടുന്ന മുഹമ്മദ് കുട്ടി എന്ന മമ്മൂട്ടിയോടും 65 കഴിയുവാൻ പോകുന്ന മോഹൻലാൽ വിശ്വനാഥൻ നായരോടുമൊക്കെ പറയുവാനുള്ളത്, ഇനി അഭിനയം മതിയാക്കി നന്നായി ജീവിക്കാൻ നോക്കുക എന്നതാണ്. ഒപ്പം പിറന്നാൾ ആശംസകളും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.